അതിനെപ്പറ്റി ചിന്തിക്കും, ചില ആൾക്കാർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഇതൊന്നും ഇവിടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. യുവി ജനിച്ചപ്പോ തൊട്ടിട്ട് ആ ആഴ്ച തൊട്ട് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു സന്തോഷമാണല്ലോ യുവിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ആ സന്തോഷം കുറച്ചു പേർക്കും കൂടെ എത്താൻ വേണ്ടിയിട്ട് നമ്മള് ഈ പറയുന്ന പോലെ ഒരു നേരത്തെ ലഞ്ച് വിഭവസമൃദ്ധമായ ഒരു സദ്യ നമ്മള് കുറച്ച് കുഞ്ഞുങ്ങൾക്കും അതേപോലെ കുറച്ച് അമ്മമാർക്കും നമ്മള് ചെയ്യുന്നുണ്ട്. ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു. അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. തനി മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളിക്കാരത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് മകൻ്റെ ആദ്യ ബർത്ത്ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുവാണ്. നിലവിൽ അവർ പുറത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ അവർ നാട്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഈ ദിയ കൃഷ്ണയുടെ ഫാമിലി നിങ്ങൾക്ക് അറിയാമല്ലോ, കെ ഫാമിലി. അതായത് അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുടുംബമാണ് അവർ. അതിനകത്ത് ഈ അടുത്ത് നടന്ന കോൺട്രവേഴ്സി നിങ്ങളാരും മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് കൊച്ചിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് ദിയ മലേഷ്യയിൽ ചെന്നിട്ട് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. പിന്നെ അതും പോരാതെ നാട്ടിൽ ആഘോഷങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അപ്പച്ചി പിടിച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു, അവരെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ കുറച്ച് കോൺട്രവേഴ്സീസ് ഇവരെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ തനി മലയാളി എന്ന് പറയുന്ന ഈ പുള്ളിക്കാരത്തിൻ്റെ പേര് ഐശ്വര്യ എന്നാണെന്ന് തോന്നുന്നു. ഐശ്വര്യ നാട്ടിൽ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദിയ കൃഷ്ണ പോലെയുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടു പഠിക്കേണ്ടതാണ്. ആദ്യം അഹങ്കാരം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ആദ്യമേ എടുത്തങ്ങ് മാറ്റി വയ്ക്കും. എന്തായാലും പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അതിനെപ്പറ്റി ചിന്തിക്കും, ചില ആൾക്കാർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഇതൊന്നും ഇവിടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. യുവി ജനിച്ചപ്പോ തൊട്ടിട്ട് ആ ആഴ്ച തൊട്ട് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ യുവിയുടെ മൈൽ സ്റ്റോണിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അർഹതപ്പെട്ടവർക്ക് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നാട്ടിൽ വന്ന് അന്വേഷിച്ച് ഇതേപോലെ നമ്മുടെ ഒരു സന്തോഷമാണല്ലോ യുവിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ആ സന്തോഷം കുറച്ചു പേർക്കും കൂടെ എത്താൻ വേണ്ടിയിട്ട് നമ്മള് ഈ പറയുന്ന പോലെ ഒരു നേരത്തെ ലഞ്ച് വിഭവസമൃദ്ധമായ ഒരു സദ്യ നമ്മള് കുറച്ച് കുഞ്ഞുങ്ങൾക്കും അതേപോലെ കുറച്ച് അമ്മമാർക്കും നമ്മള് ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഒരുപാട് അന്വേഷിച്ച് ഏറ്റവും ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്ന ഒരു കേട്ടല്ലോ. അതായത് കൊച്ചിൻ്റെ ബർത്ത്ഡേ നാട്ടിൽ വന്ന് ഫാമിലി ആയിട്ട് ആഘോഷിക്കുന്നു. എൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുന്നു. പിന്നെ യുവി ജനിച്ച സമയം തൊട്ടേ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ പഠിപ്പിക്കുന്ന കാര്യത്തിൽ സ്പോൺസർ ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിയ കൃഷ്ണയുടെ ഫാമിലിയിൽ ഇവിടെ എന്താ നടക്കുന്നത്? നാട്ടിൽ വെച്ചിട്ട് ബർത്ത്ഡേ ആഘോഷിച്ച് കഴിഞ്ഞാൽ ആരൊക്കെയോ വന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പോകും. എന്തെല്ലാം ഡയലോഗാണ് വന്ന് പറയുന്നത്. അതായത് അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ. നിങ്ങൾ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ ഒന്നും കൂടി വെച്ച് തരാം. അന്ന് ദിയ പറഞ്ഞത് ഹോട്ടൽ റൂമൊക്കെ എടുത്ത് അവിടെ ഒരു ഹാളൊക്കെ എടുത്ത് വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് കുറെ പേരെ വിളിക്കുന്നു. അവരവസാനം വരുന്നു, അവരവസാനം കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്ന് വെറുതെ ഒരു കോലാഹലം വേണ്ട. കുഞ്ഞിനും അവന് എത്രയെന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ അവനിത് ഓർമ്മയൊന്നും കാണത്തില്ലല്ലോ. അപ്പൊ വെറുതെ അവിടെ ഒരു അലമ്പ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. നമ്മളും പിന്നെ അവസാനം എക്സോസ്റ്റഡ് ആയി പോകും. കാരണം എല്ലാ ഗസ്റ്റിനും വന്ന് ഗസ്റ്റ് എല്ലാരും പോയിട്ടല്ലേ നമ്മൾ ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് അവസാനമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാവപ്പെട്ട ഒരുപാട് അനാഥരായിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടല്ലോ. നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. 60 ലക്ഷം രൂപ നിങ്ങളുടെ കടയിൽ നിന്ന് ആരോ മോഷ്ടിച്ചു എന്നും പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ആ 60 ലക്ഷം രൂപ എഴുതിത്തള്ളാൻ കാണിച്ച മനസ്സ് നിങ്ങൾ എന്തുകൊണ്ടാണ് കുറച്ച് പൈസ ചിലവാക്കി കുറച്ച് പാവപ്പെട്ട ആൾക്കാർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്തത്? ഇനി നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളത് പബ്ലിക്കിൽ പറയാത്തതുമായിരിക്കും, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഈ സംസാര രീതി ഉണ്ടല്ലോ, അതായത് ഞങ്ങളാണ് ഏറ്റവും വലിയ എന്തോ ഒരു സംഭവം, ഇവിടെ കുറച്ച് ആൾക്കാർ വരുന്നു, കുട്ടി എടുത്തുകൊണ്ട് പോകുന്നു, കുട്ടി തരുന്നില്ല, അതായത് നിങ്ങളുടെയൊക്കെ എന്തോ ഭിക്ഷ തിന്നാൻ വരുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെയൊക്കെ ഒരു സംസാര രീതി കണ്ടു കഴിഞ്ഞാൽ. ഇനി ഈ തനി മലയാളി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയെന്ന് തന്നെ വിളിച്ച് അവരെ ചേർത്ത് പിടിച്ചാണ് പുള്ളിക്കാർക്ക് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്. അല്ല, ഇത് കണ്ടുപിടിക്കുന്നതല്ല, വേറെ കാര്യമുണ്ട്. ഇതൊക്കെ ജനിക്കുമ്പോഴേ കിട്ടേണ്ട ഒരു സാധനമാണ്. മനസ്സിലായില്ലേ? എന്തായാലും അതും കൂടി കാണാം. മെച്യൂരിറ്റി ആണോ?
പറഞ്ഞു കൊടുക്കൂ. ഇതാരോ നോക്കൂ. ഇയാളെ പരിചയമുണ്ടോ? ജർമ്മനിന്നൊരു ബർത്ത്ഡേ വിഷ് കേട്ടോ. എന്തൊരു വികൃതിയാ അറിയോ? കാറ് കടന്ന് വിധു ആള് മാറിപ്പോയല്ലോ. കണ്ടോ, ഇത് സ്വന്തം വീട്ടുകാരോടെ പെരുമാറുന്ന രീതിയല്ല, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോടെ പുള്ളിക്കാരത്തി പെരുമാറുന്ന രീതിയാണ്. ഇവിടെ അശ്വിൻ്റെ ഫാമിലി എവിടെ പോയി? ബർത്ത്ഡേക്ക് അശ്വിൻ്റെ ഫാമിലി പോലും വിളിച്ചിട്ടില്ല. പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ചേർത്ത് പിടിച്ച് കൂടെ നിന്ന് വീഡിയോ ചെയ്യുന്നതാണ്. ഇനി വേറൊരു സാധനം കൂടെ ഞാനിവിടെ കാണിച്ചു തരാം, ആ വീഡിയോയും കൂടെ. അതിനകത്ത് അമ്മയെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് പുള്ളിക്കാരത്തി ആ അമ്മയുടെ കൂടെ നടക്കുവാണ്. പക്ഷെ ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെയാണ് പുച്ഛമാണ്. എനിക്ക് എൻ്റെ അമ്മയെ മാത്രമേ അമ്മയെന്ന് വിളിക്കാൻ പറ്റൂ, ബാക്കിയുള്ളവരെയൊന്നും വിളിക്കാൻ പറ്റില്ല. സാരി എടുത്ത ക്ഷീണത്തിൽ മാറി. അപ്പൊ എന്തിനാ സാരി ഇത്ര അറിയില്ല, ഭയങ്കര കുറ്റബോധം. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചുരിദാർ ഇട്ടു. ഇവിടെ ഇപ്പൊ അധികം സാരി എടുക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. സ്കൂളിൽ പോകുമ്പോൾ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി സാരി ആക്കാം. അതന്നെ റീൽസ് വെച്ച് ക്ഷീണമാണോ സാരി എടുത്ത് ക്ഷീണമാണോ കൂടുതലും? രണ്ടും. കണ്ടില്ലേ, അമ്മയെന്നും പറഞ്ഞ് വിളിച്ച് കൂടെ നടക്കുവാണ്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം. അതൊക്കെ ഒരു ആത്മാർത്ഥതയാണ്. അതായത് കൊടുക്കുന്ന റെസ്പെക്റ്റും ആ ഒരു എന്താ പറയണ്ട, അതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. ഇതൊക്കെ നമുക്ക് പഠിച്ച് കിട്ടേണ്ടതല്ലേ. ഇതൊക്കെ ജനിക്കുന്ന സമയത്തെ നമുക്ക് കിട്ടേണ്ട കുറച്ച് സാധനങ്ങളാണ്. ഈ അടുത്തും ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി വന്നിട്ടുണ്ട് ദിയെ ചുറ്റിപ്പറ്റി. ഞാനെപ്പറ്റി വീഡിയോ ചെയ്തില്ല, വിശദമായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്താ പറഞ്ഞത്, ഇവർക്കൊന്നും ഒരു ബോധവും ഇല്ല. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം തനി മലയാളി മാത്രമല്ല കേട്ടോ. പേളി മാണിയെ സംബന്ധിച്ചായാലും പേളി മാണിയും ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ, അതായത് ശ്രീനീഷിൻ്റെ അമ്മയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇവരുടെയൊക്കെ ചാനൽ കാണുന്ന ആൾക്കാരോട് പുച്ഛമാണ് തോന്നുന്നത്. എന്തിൻ്റെ ബേസിലാണ് ഇവരുടെയൊക്കെ ചാനൽ കുത്തിയിരുന്ന് കാണുന്നത്? അതിനകത്ത് ഇതിനകത്ത് കിട്ടുന്നത്? ഇവരുടെ അഹങ്കാരം പിടിച്ച ഈ സ്വഭാവമാണോ നിങ്ങൾക്കൊക്കെ ഇഷ്ടം? എനിക്ക് അറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക. ഓരോ ദിവസവും ഓരോ കോൺട്രവേഴ്സിയാണ് കാണിക്കുന്നത്. ഇവർ പറഞ്ഞല്ലോ എന്തോ കൊച്ചിനെ എല്ലാവരും എടുത്തുകൊണ്ട് പോകുമെന്ന്. ഇവർ ഇപ്പോൾ എവിടെ ടൂറിനെങ്ങാണ്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് ആ ഹോട്ടലിൽ നിൽക്കുന്ന ആൾക്കാർ ആ കൊച്ചിനെ എടുത്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. അന്നേരം അവർക്ക് കുഴപ്പമില്ല. ആരാണ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ കൊച്ചിനെ എടുക്കുന്നതിനകത്ത് അവർക്ക് പ്രശ്നമില്ല. അവർക്ക് അറിയാവുന്ന ആൾക്കാർ അവരുടെ വീട്ടിൽ വന്ന് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഇടയിൽ കൊച്ചിനെ എടുക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ ഇടയിൽ ഇവർ വേറൊരു കാര്യം കുറച്ച് നാളുകൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാരായപ്പോലും 10 മിനിറ്റ് കൂടുതൽ കൊച്ചിനെ എടുക്കുന്ന ഇഷ്ടമല്ലെന്ന്. അതായത് സ്വന്തം വീട്ടുകാർ പോലും. ഇങ്ങനെയൊക്കെയുള്ള മാനസികാവസ്ഥയുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്തുവാ വിളിക്കേണ്ടത്? ഇനി ഈ അമ്മയെന്ന് വിളിച്ച ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഞാൻ എൻ്റെ വീട്ടുകാരെ മാത്രമേ അമ്മയെന്ന് വിളിക്കുന്നു എന്ന് അന്ന് പറഞ്ഞു. അത് നിങ്ങളെല്ലാവരും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി കേൾപ്പിച്ചു തരാം. അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത് അമ്മ എന്ന് വിളിച്ചൂടെ? എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുന്നുകൂടി വീട്ടിലൊരാൾ ഇരിപ്പോട്ടെ. പുള്ളിക്കാരുടെ പേരാണ് സുന്ദർ കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിയെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മയെ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാൻ ചോദിച്ചിട്ട് എന്താണെന്ന് ഞാൻ ചോദിക്കും. അവിടെ ഓമി കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോകുന്നു. ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവരോട് ചോദിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഓമി വേറെ ആളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി. അവർക്കും അവരവരുടെ പിള്ളേർ അമ്മ ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. എന്തോ ഒരു അഹങ്കാരം പിടിച്ചൊരു സ്ത്രീയാന്ന് ആലോചിച്ചോണേ. ഓമി വേറെ ആരെങ്കിലും പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്കങ്ങ് സ്ട്രെസ്സാകുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അമ്മമാരൊക്കെ എന്തോരം സ്ട്രെസ്സാവണൂടെ? എനിക്കറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുക. ഒരു പ്രത്യേകതരം ജീവിതമാണ് കേട്ടോ ഇവരുടെ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ ദിവസവും ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. ഫാമിലിയിലുള്ള എല്ലാവരും ഒന്നിനൊന്നും വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനേ ഉള്ളൂ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ചെന്ന് പെടാത്തത്. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാ തുറന്ന് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നതല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരാറില്ല. അത് പുള്ളിക്കാരന് യൂട്യൂബ് ചാനലുണ്ട്, പക്ഷേ ആക്റ്റീവ് അല്ലാത്തതിൻ്റെ പേരിലായിരിക്കാം. എന്തായാലും കൊള്ളാം. എന്നിട്ട് വന്നിരുന്നെങ്കിൽ ന്യായീകരിക്കുന്നത് രീതി കാണണം എന്തെങ്കിലും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവരുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി. ഇപ്പം നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നത് നൈസിന് അങ്ങ് ഡിലീറ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് നല്ല സാധനങ്ങൾ മാത്രം ഇടിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ എത്ര ജില്ല ഇടിപ്പിക്കും? പണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബർ കൗണ്ട് തന്നെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും വലിയൊരു ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞെന്നും പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ആൾക്കാർ ഇവരെ ഇഷ്ടമല്ലെങ്കിൽ പോലും ഇവരെന്താ പറയുന്നതെന്നെങ്കിലും പോയി ചെന്നിരുന്ന് കാണും. കാര്യം ഇഷ്ടമല്ല അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരെന്താ ഇവർ പറയുന്നതെന്നൊന്ന് അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് കാണാം എന്നുള്ള മൈൻഡിൽ പോയിരുന്ന് കാണാം. ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ പൈസയുടെ ഒക്കെ ഭയങ്കര അഹങ്കാരമാണ്.
ഒരു മനുഷ്യൻ എന്ന് അഹങ്കരിച്ച് തുടങ്ങുന്നോ അന്ന് അവൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി സ്പോയിലാവുമെന്നാണ് പറയുന്നത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതിൽ കൂടുതലും നിങ്ങൾക്കൊന്നും കാണിച്ചു തരാനുമില്ല. ഈ വീഡിയോസിനകത്തും എല്ലാം വ്യക്തമാണ്. ഈ തനി മലയാളി എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരത്തി അവരുടെ ഫാമിലിയെ ട്രീറ്റ് ചെയ്യുന്നതും, പുള്ളിക്കാരത്തിക്ക് വേണമെങ്കിൽ അവിടെ സെലിബ്രേറ്റ് ചെയ്യാമായിരുന്നു അവരുടെ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അയർലൻഡിലോ അവിടെ കണ്ടാന്ന് തോന്നുന്നു, ആംസ്റ്റർഡാമിലോ അയർലൻഡോ അവിടെ ഏതൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും അവർക്ക് വേണമെങ്കിൽ അവിടെ സെലിബ്രേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അവരെന്താ അത് ചെയ്യാഞ്ഞത്? അവർ നേരെ നാട്ടിൽ വന്ന് അവരുടെ കുടുംബത്തോടെ കൂടിയിട്ട് ആ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോണത്. അതും ആ സമയത്ത് അവർ പാവപ്പെട്ട ആൾക്കാരെ മറന്നു പോകാതെ അങ്ങനെ ഒരു നല്ല കാര്യം അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ അപ്പച്ചിയെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നു, ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണെന്നും കൂടി ആലോചിക്കണം. മാന്യമായിട്ട് പറയാം, അവരെ പിടിച്ച് ഫ്രെയിമിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്? അശ്വിൻ്റെ ഫാമിലിയെ ഒഴിവാക്കാൻ നോക്കുന്നു. കൊള്ളാം. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.